നോക്കാം, നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അതെല്ലാം വളരെ ഗൗരവതരമായ കോടതി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോടതി കുറേ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ വൻ തോക്കുകളുടെ ബിഗ് ഗൺസ് ഒന്നും കോടതി എടുത്തു പറഞ്ഞ ഒരുപാട് ആളുകളുടെ കാര്യമുണ്ട്. അതൊക്കെ ഉൾപ്പെടെ നമുക്ക് നോക്കാം. കുറച്ച് ദിവസം കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് SIT അല്ല CBI ആണ് വേണ്ടത് എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകരുത്. കേരള പോലീസ് നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പോലീസാണെന്ന് വരുത്തി തീർക്കരുത്. കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങോട്ട് പോയതെന്ന് നമുക്ക് പറയാമല്ലോ. ഈ അറസ്റ്റിലായ രണ്ടുപേരും അറസ്റ്റിലാവില്ലായിരുന്നു. ഗവൺമെന്റ് നിയന്ത്രണത്തിലായിരുന്നു SIT എങ്കിൽ ഈ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്യില്ല. കുറെ ജീവനക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് ഇത് അവസാനിപ്പിച്ചാണ്. ഇനിയും വരണം. ഈ ഉത്തരവാദികളായ ആളുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചിരിക്കുന്ന രണ്ടുപേരാണ്. അല്ല പറയാം, വരട്ടെ, പറയാം. സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ, പറയാം. പറയാം, നമുക്ക് പറയാം. അവര് നോക്കട്ടെ, അവര് പിൻവലിയൊന്നും നോക്കട്ടെ. ഞാൻ കൃത്യമായിട്ടാ പറയണേ. ഈ ശബരിമല ഉണ്ടായ സമയം പോലെ നമ്മൾ പറയുന്ന ഒരു കാര്യവും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. കോടീശ്വരന് വിറ്റോ എന്ന് ചോദിച്ച കാര്യം കോടതി ശരിവെച്ചു. അന്താരാഷ്ട്ര റാക്കറ്റ് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് കോടതി തന്നെ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത്. അല്ല, അത് ആ വാതിലടച്ചു. ഇതൊക്കെ ഈ നമുക്ക് എല്ലാവരെയും ഒരുപോലെ മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നമുക്കൊരു അനുഭവമാണ്. കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അനുഭവമായി നമ്മൾ കരുതുന്നു. ആ വാതിൽ അടയ്ക്കുന്നു. ഒരു കാരണവശാൽ ഒരു തരത്തിലുള്ള പ്രവേശനം അവർക്ക് ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ്. ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച തുടങ്ങിയിട്ടില്ല. അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും, അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്കും. ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഇന്നലെ UDF യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല. എന്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്നും നാളെയായിട്ട് ഫിക്സ് ചെയ്യുള്ളൂ. അല്ലല്ല, ഞങ്ങളതല്ലല്ലോ. അതൊക്കെ വളരെ കൃത്യമായിട്ട് സാധാരണ മറ്റുള്ളവരെ കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് അതെല്ലാം ചെയ്തത്. പിന്നെ ഓരോ വ്യക്തികള് ഞാനിനി വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, അത് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മുല്ലപ്പള്ളി രാമേന്ദ്രൻ തന്നെ അല്ല, അദ്ദേഹം അല്ലല്ല, അത് സൂക്ഷ്മത പാലിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അല്ലല്ല, നിങ്ങൾ അദ്ദേഹം പറയാത്തത് നിർബൻ അല്ല, അദ്ദേഹം പറയാത്തത് നിർബൻ ആഡ് ചെയ്യല്ലേ? അല്ലല്ല, അത് കറക്റ്റാണെന്നേ. മുതിർന്ന നേതാവാണ് അദ്ദേഹം, പരിചയസമ്പന്നനായ നേതാവാണ്. അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതൊരു ഉപദേശ രൂപേണ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ്. അദ്ദേഹം അത് അവരൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കാണും. വളരെ അത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, മനസ്സുകൊണ്ട് താൻ ഇപ്പോഴും ഒരു സംഘപരിവാറുകാരനാണ്, RSSകാരനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ UDF കൊണ്ടുവരാനുള്ള നമ്മളത് ക്ലിയർ ചെയ്തല്ലോ. വി മേഡ് ഇറ്റ് വെരി ക്ലിയർ. നോ മോർ ക്വസ്റ്റ്യൻസ്. അത് ക്ലിയർ ചെയ്തല്ലോ. വേറെ എന്തെങ്കിലും പരിഗണിച്ചത് പോലും തെറ്റല്ലേ? വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, നിരന്തരമായി സംസാരിച്ചിരുന്നു. ഞാൻ കോൾ റെക്കോർഡ് വരെ കാണിച്ചില്ലേ. ഞാൻ അതുകൊണ്ടല്ലേ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമോ സ്ഥലക്കച്ചവടമോ വല്ലതും ഉണ്ട് എന്നെ സംസാരിക്കാനും, എന്നെ വന്ന് കന്റോൺമെന്റ് ഹൗസിൽ കാണാനും, രമേശ് ചെന്നിത്തല വീട്ടിൽ പോയി കാണാനും, അല്ലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലത്തെ ഒരു മുതിർന്ന നേതാവുമായിട്ടാണ് എന്നെ വന്ന് അദ്ദേഹം കണ്ട് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചത്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. മിനിങ്ങാന്നും ഇന്നലെ രാവിലെയൊക്കെ സംസാരിച്ച് ക്ലോസ് ചെയ്തേക്കും. അത് വിട്ട് ഞങ്ങൾ ആ വാതിലടച്ചു. അങ്ങനെ ഇരിക്കുന്നത് ചെറിയൊരു പദവിയിലല്ലോ. അല്പം മുമ്പ് തന്നെ കെ കരുണാകരന്റെ മഹത്വത്തെ കുറിച്ച് പറയും. അങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന ഒരാള് ഇക്കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കാതെ അങ്ങ് പെട്ടെന്നൊരു പ്രസ്താവന നടത്താൻ പാടുണ്ടോ? കാരണം UDFിലേക്ക് അത് ഞങ്ങൾക്ക് അല്ലല്ല, UDF എങ്ങനെ ചെയ്യണമെന്ന് കൈരളിയുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. മനസ്സിലായില്ലേ? അതൊക്കെ ഞങ്ങൾ എല്ലാ നേതാക്കളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരാളെ അസോസിയേറ്റ് മെമ്പർ ആക്കിയതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറി ഘടകകക്ഷി മെമ്പർ ആക്കുകയാണെങ്കിൽ ആക്കാതിരുന്നിട്ടാണ്. അത് ഞങ്ങൾ തയ്യാറല്ല. ഘടകകക്ഷി ആക്കണ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. മറ്റു രണ്ടുപേരും സമ്മതിച്ചല്ലോ.
അത് പിന്മാറിയതാണ്. അത് 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 ക്ലോസ് ചാപ്റ്ററാണ്. പ്രിയങ്ക ഗാന്ധി സ്പീക്കറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഗാന്ധി വധത്തിന് ശേഷമുള്ള പുനഃക്രയ ചെയ്യാനാണ് ജോൺ ബ്രിട്ടാസ് വിമർശനം. എന്താ അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഓണസദ്യയിൽ ഞാൻ പങ്കെടുത്തു. അതൊക്കെ മര്യാദയല്ലേ? പ്രധാനമന്ത്രി സ്പീക്കറും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുന്ന പരിപാടി. എനിക്ക് ഈ ക്രിസ്മസ് പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. എനിക്ക് സുഖമില്ലാതായിരുന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി വിളിച്ച ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത്, അത് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ ആരും പോകരുതല്ലോ. രാഷ്ട്രീയമായിട്ട് ഫൈറ്റല്ലേ? ഞാൻ ഓണസദ്യയിൽ പങ്കെടുത്തല്ലോ. ഓണം ഗവൺമെന്റ് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിമർശനം ഉണ്ടായി. ഞാൻ പോയതിന് അതൊക്കെ ഒരു മര്യാദയുടെ പുറത്ത് നമ്മൾ ചില സാധനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പോകണം. ബ്രിട്ടാസ് മറ്റേ പാലമാണ്, പാലം. ഏത് പാമ്പൻ പാലം പോലെ അടിയുറച്ച ഒരു പാലമാണ്. CPM-ഉം BJP ആയിട്ടുള്ള പാലമാണ്. പാലം മനസ്സിലായില്ലേ? അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി, ഗവർണർ RSS കാരനാണല്ലോ അല്ലേ? ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോകാറില്ലേ? ബ്രിട്ടാസിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ്. ഗവർണർ RSS കാരനാണ്, RSS കാരൻ. പക്ഷെ അതേ ആ പൊസിഷനിൽ ഇരിക്കുകയാണ്, ലോക് ഭവനിൽ ഗവർണറായിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വിളിച്ചാൽ മുഖ്യമന്ത്രി പോകണ്ടേ? അപ്പൊ RSS വെറുതെ പറയുമ്പോൾ ഒരു വിരലിൽ ചൂണ്ടുമ്പോൾ 4 വിരലിൽ സ്വന്തം നെഞ്ചത്തോട്ടാന്നുള്ള തോന്നലുകൂടി വേണം. പാമ്പം പാലമാണ് ബ്രിട്ടാസ്. ഞങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല. ഇല്ല പൂച്ചണ്ട് മുഖ്യമന്ത്രി പോകണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. വണങ്ങി നിൽക്കുമ്പോ വിധേയത്വം കാണിക്കുമ്പോ നമ്മൾ പറയും, വിധേയത്വം കാണിക്കുമ്പോ പറയും. ആണല്ലോ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഡൽഹിയിൽ ചെന്ന് നിൽക്കുകയാണ്. അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറയാലോ അവിടെ ഒപ്പിടും. പോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല, ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല, സ്റ്റേറ്റ് കമ്മിറ്റി അറിയാതെ ആ PMCയിൽ ഒപ്പുവെച്ച് എന്നിട്ട് ക്യാബിനറ്റിൽ വന്നിരുന്നിട്ട് ആ പാവൻ രാജനും 4 CPI മന്ത്രിമാരും ഒരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുന്ന കാര്യം പോലും പറയാതെ അവരെ പറ്റിച്ച ആളാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച പാമ്പൻ പാലമാണ് ബ്രിട്ടാസ്. ഓക്കെ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിരവധി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഒപ്പം ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ നിലവിലെ അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും കൂടി പറയുന്നു. ഒപ്പം അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദം വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ട്, ഹൈക്കോടതി നോട്ടമുള്ളതിനാൽ അന്വേഷണത്തിൽ വിശ്വസിക്കുന്നു എന്നും കൂടിയാണ്. അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും കൂടി വ്യക്തമാകുന്നു. ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ആ പരാമർശം, വഴിയമ്പല പരാമർശത്തിൽ VD സതീശൻ ചില വ്യക്തതകൾ വരുത്തിയിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത്രത്തോളം അനുഭവ സമ്പത്തുള്ള ഒരു മുതിർന്ന നേതാവാണ്. അപ്പോൾ ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ UDF മുന്നണി എടുക്കുക എന്നുള്ളതും കൂടി വ്യക്തമാകുന്നു. ഇതോടൊപ്പം നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ച ഈ K മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച ചില വിഷയങ്ങളുണ്ട്. അത് മുസ്ലിം ലീഗ് തള്ളുന്ന സാഹചര്യമൊക്കെ തന്നെ അല്പസമയത്തിന് മുമ്പ് ഉണ്ടായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവടക്കം പറഞ്ഞിരിക്കുന്നു ഉഭയകക്ഷി ചർച്ചകളിലേക്കൊക്കെ തങ്ങൾ കടക്കുന്നതേ ഉള്ളൂ, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നും കൂടിയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്.